നമസ്കാരം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യവുമായി വൈറ്റ് അമേരിക്കൻസിന്റെ സ്വദേശീയവാദവുമായി പ്രചാരണത്തിന് ഓടി നടന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വിജയഭേരി മുഴക്കുകയാണ്. ഇപ്പോഴിത് പുതിയ സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള വകുപ്പിന്റെ ചുമതല ഇലോൺ മസ്കിന് നൽകിയിരിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കിന് പുറമെ ഇൻഡോ അമേരിക്കൻ സംരംഭകനും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമിയും പുതുതായി രൂപീകരിച്ച US ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കും. പുതിയ സർക്കാരിൽ മസ്കിന് നിർണായക പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വിവേക് രാമസ്വാമിയും ഇലോൺ മസ്കുമാണ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയും പാഴ്ചെലവുകൾ വെട്ടിക്കുറച്ചും ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിച്ചുമെല്ലാം താൻ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന് വഴിയൊരുക്കുമെന്ന് ട്രംപ് പറയുന്നു. സേവ് അമേരിക്ക മൂവ്മെന്റിന് ഇത് വളരെ അത്യാവശ്യമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. കാര്യക്ഷമതയെ മുൻനിർത്തിയായിരിക്കും ഓരോ മാറ്റങ്ങളും വരുന്നത്. രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ജീവിതം ഇതുവരെ മെച്ചപ്പെടുമെന്നും ട്രംപ് പറയുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും എതിരാളിയുമായ കമലാ ഹാരിസിനെ 69 ഇലക്ട്രൽ വോട്ടുകൾക്കാണ് ട്രംപ് പരാജയപ്പെടുത്തിയത്. വിജയം നേടിയതിന് പിന്നാലെ ട്രംപ് മസ്കിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. ഫിലാഡൽഫിയയിലും പെൻസിൽവാനിയയിലും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മസ്ക് സമയം ചെലവഴിച്ച കാര്യമുൾപ്പെടെ ട്രംപ് എടുത്തു പറഞ്ഞിരുന്നു. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കേവലം ആഴ്ചകൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള പ്രഖ്യാപനവുമായി മസ്ക് രംഗത്തെത്തിയിരുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട തന്റെ നിവേദനത്തിൽ ഒപ്പുവെക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പർമാർക്ക് ദിനംപ്രതി $1 മില്യൺ നൽകുമെന്നായിരുന്നു മസ്കിന്റെ പ്രഖ്യാപനം. അങ്ങനെ ട്രംപിന്റെ വിജയത്തിനായി മികച്ച പിന്തുണ നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ഇലോൺ മസ്ക്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ട്രംപിനൊപ്പം മസ്കും ചേർന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന നേട്ടം ഇലോൺ മസ്ക് കൈവശം വെക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. അടുത്തിടെ ലോകത്തിൽ ആദ്യമായി 300 ബില്യൺ എന്ന സ്വപ്ന നേട്ടവും ഇലോൺ മസ്ക് സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി $250 ബില്യൺ മുകളിൽ നിൽക്കുകയായിരുന്നു മസ്കിന്റെ ആസ്തി. ഇപ്പോഴാണത് 300 എന്ന നേട്ടം മറികടന്നത്. US തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു ഇലോൺ മസ്കിന്റെ സമ്പത്തിൽ അപ്രതീക്ഷിത ഉയർച്ച ഉണ്ടായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവിടെ ജയിച്ചതാവട്ടെ മസ്ക് പിന്തുണച്ച ഡൊണാൾഡ് ട്രംപും. ട്രംപിന്റെ തകർപ്പൻ ജയമാണ് ഇത്തരത്തിലൊരു ഉയർച്ച മസ്കിന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാക്കിയത്. ട്രംപിനെ ജയിപ്പിക്കാനായി മസ്ക് പല വഴികളും പയറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ ആസ്തി വർധനവ് അതിന്റെ പ്രതിഫലമായി മാത്രമേ മസ്ക് കാണുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.